ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അയോധ്യ വിശേഷവുമായി ഗീതാജി വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കനകമഹൽ അഥവാ സ്വർണ്ണക്കൊട്ടാരം. ദശരഥ് മഹലിൽ നിന്നും തിരിച്ച് നാൽക്കവലയിലെത്തി ഇവിടെ നിന്നും അല്പദൂരം നടന്നു കഴിഞ്ഞെന്നാൽ കനകമഹലിൽ എത്താം. നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇത് ഒരുതരം കിഴങ്ങാണ്. ശ്രീരാമൻ വനവാസ കാലത്ത് കഴിച്ചിരുന്ന കിഴങ്ങാണിത്. ഇത് ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ ഉത്തമമാണ് എന്നാണ് അവർ പറയുന്നത്. കനക് മഹലിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണിത്. രാംകോട്ടിൻ്റെ വടക്ക് കിഴക്കായി രാമജന്മഭൂമി അയോധ്യയിലെ ഒരു ക്ഷേത്രമാണ് കനക് ഭവൻ. അക്ഷരാർത്ഥത്തിൽ ഇത് ഗോൾഡൻ പാലസ് ആണ്. ശ്രീരാമൻ്റെയും സീതയുടെയും വിവാഹത്തിന് തൊട്ടു പിന്നാലെ കൈകേയി സമ്മാനിച്ചതാണ് ഈ കൊട്ടാരം. അതിനാൽ ഇത് അവളുടെ സ്വകാര്യ കൊട്ടാരമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഐതിഹ്യമനുസരിച്ച് യഥാർത്ഥ കനകഭവന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചതിന് ശേഷം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ തന്നെ ഇത് പുനർനിർമ്മിച്ചു. മധ്യകാലഘട്ടത്തിൽ ഇത് വിക്രമാദിത്യ രാജാവ് നവീകരിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് രാജ്ഞി വൃഷഭാനുകുമാരി ഇത് നവീകരിച്ചു. അത് ഇന്നും നിലനിൽക്കുന്നു. ശ്രീകോവിലിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രധാന വിഗ്രഹങ്ങൾ രാമൻ്റെയും സീതയുടെയുമാണ്. ഇവിടുത്തെ ഒരു പ്രധാന അറ ഇന്നും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. അവിടെ നിന്നും സീതാദേവിയുടെ പാദസരങ്ങളുടെ ശബ്ദം കേൾക്കാം എന്നാണ് പറയപ്പെടുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു. ഈ ക്ഷേത്ര കൊട്ടാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വെയിലിൻ്റെ ചൂട് അറിയുകയില്ല. ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും പാദസ്പർശനമേറ്റ ഈ കൊട്ടാരത്തിൽ ഈ വെയിലത്ത് അല്പസമയം ഇരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും സുഖവും ഒന്ന് വേറെ തന്നെയാണ്. ഈ കൊട്ടാരത്തിനകത്തിരിക്കുമ്പോൾ ഒട്ടും തന്നെ വെയിലിൻ്റെ ചൂട് അറിയുകയില്ല. അയോധ്യ ദീപോത്സവത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് അല്പം തിരക്കുണ്ട്. കനകമഹൽ കൊട്ടാരത്തിലേക്ക് ശ്രീരാമനല്ലാതെ മറ്റു പുരുഷന്മാർക്കൊന്നും തന്നെ പ്രവേശനമില്ലായിരുന്നു അത്രേ. കനകമഹൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സീതാറാം സീതാറാം ജയ് സിയാറാം.